നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPMന്റെ സഹകരണ സ്ഥാപനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുള്ള ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 60 കോടി മുൻകൂറായി സർക്കാർ നൽകിയതിൽ വൻ അഴിമതിയെന്ന് സൂചന. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കരാറെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് ആയിട്ടാണ് 39.8 കോടി രൂപ അധികം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ 20 കോടി അനുവദിച്ചിരുന്നു. പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഇല്ലാതെ നേരിട്ട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന അക്രഡിറ്റേറ്റഡ് ഏജൻസികൾക്ക് പദ്ധതി തുകയുടെ 20% അഡ്വാൻസായി നൽകാമെന്ന 2021 ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിന്റെ പേരിലുള്ള നടപടി. എന്നാൽ മുൻ സർക്കാർ ഉത്തരവ് അനുസരിച്ച് സർക്കാർ സ്ഥാപനമായ കിഫ്ബി ആയിരുന്നു വയനാട്ടിലെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി. 40 കോടി ഊരാളുങ്കലിന് നൽകാൻ കിഫ്ബിയെ ഒഴിവാക്കി. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് കിഫ്ബിയെ PMC ആയി സർക്കാർ നിയോഗിച്ചിരുന്നു. പിന്നീട് ഇത് മാറ്റി സർക്കാർ പ്രതിനിധി മാത്രമാക്കിയ ശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കം നടന്നത്. PMC ഇല്ലാത്ത പ്രവർത്തികൾക്കുള്ള 20% അഡ്വാൻസ് ഊരാളുങ്കലിന് നൽകുന്നുണ്ട്. ഇതനുസരിച്ച് 299 കോടിയുടെ ടൗൺഷിപ്പ് പദ്ധതിയിൽ 59.8 കോടി രൂപ ഊരാളുങ്കലിന് മുൻകൂറായി ലഭിക്കും. സർക്കാർ സ്ഥാപനത്തെ ഒഴിവാക്കിയിട്ടാണ് സ്വകാര്യ സഹകരണ സ്ഥാപനത്തിന് വഴിവിട്ട സഹായം സർക്കാർ നൽകിയത്. ഇത് നിയമവിരുദ്ധമാണ്. പദ്ധതി രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ കിഫ്ബിയെ PMC ആയി നിയോഗിച്ചിരുന്നു. PMC എന്ന നിലയിൽ പദ്ധതിക്ക് സാങ്കേതിക അനുമതി നൽകിയത് കിഫ്ബിക്ക് കീഴിലെ കിഫ്കോൺ ആണ്. വയനാട് സ്പെഷ്യൽ ഓഫീസർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് 17 ഉത്തരവിലൂടെയാണ് ഊരാളുങ്കലിന് അഡ്വാൻസായി 20 കോടി രൂപ ദുരന്ത നിവാരണ വകുപ്പ് ആദ്യം അനുവദിച്ചത്. ആ ഘട്ടത്തിൽ 2021 ഉത്തരവിനെ കുറിച്ച് പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല, പദ്ധതിയുടെ PMC അഥവാ സർക്കാർ പ്രതിനിധി കിഫ്ബിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഊരാളുങ്കലിന് 20% അഡ്വാൻസ് തുക നൽകണമെന്ന ഭേദഗതി ഉൾപ്പെടുത്തി പിന്നീട് ഈ ഉത്തരവ് തിരുത്തി ഇറക്കി. തുടർന്ന് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളിലും കിഫ്കോണിനെ സർക്കാർ പ്രതിനിധി എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചത്. ഉത്തരവിലും കരാർ വ്യവസ്ഥയിലുമെല്ലാം PMC പ്രയോഗം ഒഴിവാക്കി. ബാക്കി തുക ചോദിച്ച ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കത്തും വയനാട് സ്പെഷ്യൽ ഓഫീസർ ശുപാർശയും പരിഗണിച്ചാണ് 39.8 കോടി കൂടി കൈമാറാൻ സർക്കാർ ഉത്തരവിട്ടത്. ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി എന്ന നിലയിൽ ഈ ടെൻഡറില്ലാതെയാണ് ഊരാളുങ്കലിന് കരാർ ലഭിച്ചത്. CPM പോഷക സംഘടനയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വയനാട് പുനരധിവാസത്തിന്റെ ചുമതല നൽകിയത് അഴിമതിക്ക് വേണ്ടിയാണ് എന്ന് ഇതിനകം ആരോപണം ഉയർന്നു കഴിഞ്ഞു. സ്പോൺസർമാരിൽ നിന്നും പണം സമാഹരിച്ച ശേഷം 2018 പ്രളയത്തിൽ ഉൾപ്പെടെ ദുരിതം അനുഭവിച്ചവർക്ക് പുനരധിവാസം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചവർക്കാണ് വയനാട് പുനരധിവാസവും നൽകാൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് നൽകാൻ മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. നിയമധന വകുപ്പുകളുടെ നിർദ്ദേശാനുസരണമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. 750 കോടിയുടെ പദ്ധതി ഒരു ടെൻഡറും കൂടാതെ ഊരാളുങ്കലിന് നൽകുന്നത് അഴിമതിക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ്. കിഫ്കോണിനായിരുന്നു അന്ന് നിർമ്മാണ മേൽനോട്ടം. കിഫ്കോൺ എന്നാൽ കിഫ്ബിയുടെ ഉടമസ്ഥയിലുള്ള സംഘടനയാണ്. ഇതിന്റെ സാരഥി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം ആണ്. 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക. 750 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. താമസക്കാർക്ക് ആവശ്യമെങ്കിൽ ഭാവിയിൽ മുകളിലത്തെ നില കൂടി പണിയാൻ പാകത്തിന് അടിത്തറ ബലപ്പെടുത്തിയാകും വീട് നിർമ്മാണം. പണി തുടങ്ങിയാൽ പിന്നെ സമയബന്ധിതമായി തീർക്കാൻ കൂടി നിർദ്ദേശിച്ചാണ് പദ്ധതി എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് 2 മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നത് എന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അറിയിച്ചിരുന്നു. പുനരധിവാസം സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചത്. പുനരധിവാസ മാതൃകയുടെ ദൃശ്യാവിഷ്കാരവും പ്രദർശിപ്പിച്ചിരുന്നു. കേരളം CPMന്റെ പോഷക സംഘടനയായ ഊരാളുങ്കലിന് തീരെഴുതിയത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതലാണ്. സുപ്രീം കോടതിയെ ഒരു ഉളുപ്പുമില്ലാതെ കേരള സർക്കാർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പരിധിയില്ലാതെ ഏത് പ്രവർത്തനങ്ങളും ഏറ്റെടുത്താൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 82% ഓഹരികളും സംസ്ഥാന സർക്കാരിന്റേത് ആണ് എന്ന് വ്യക്തമാക്കിയാണ് അന്ന് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. എന്നാൽ ഇത് ശരിയല്ല. ഊരാളുങ്കലിന് സർക്കാരുമായി ഒരു ബന്ധവും ഇല്ല. കണ്ണൂരിലെ 7 നില കോടതി സമുച്ചയം
സമുച്ചയത്തിന്റെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിരുന്നു. ഇതിന് എതിരെയുള്ള ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് കേരള സർക്കാരിന് വേണ്ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഇതിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബഹുഭൂരിപക്ഷം ഓഹരികളും സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. യഥാർത്ഥത്തിൽ AKG സെന്ററിലെ ഖജനാവ് നിറയ്ക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഊരാളുങ്കലിനെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ചേർന്നാണ്. 2015 ഉമ്മൻചാണ്ടിയാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൈവറ്റായി ഊരാളുങ്കലിനെ അംഗീകരിച്ചത്. സർക്കാർ അംഗീകരിച്ച ക്രെഡിറ്റഡ് ഏജൻസികൾക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകാം. അതിനുവേണ്ടിയാണ് ഊരാളുങ്കലിന് പ്രത്യേക അധികാരം നൽകിയത്. ഇതൊരു CPM പ്രസ്ഥാനമാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. 2016 ജനുവരിയിൽ ഉമ്മൻചാണ്ടി IT അനുബന്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള അനുമതി ഊരാളുങ്കലിന് നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 250 കോടി വരെയുള്ള കരാറുകൾ ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ നൽകാൻ അനുമതി നൽകി. പിണറായിയുടെ ഇടപെടൽ വഴിയാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. LDF സർക്കാർ 2017 ഇത് 500 കോടിയായും 2019 800 കോടിയായും ഉയർത്തി. പിന്നീട് പരിധിയെല്ലാം എടുത്തു കളഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് കോടികളുടെ കരാറുകളാണ് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് ലഭിച്ചത്. LDF സർക്കാർ അധികാരത്തെത്തിയത് മുതൽ 2019 സെപ്റ്റംബർ വരെ 347 കരാറുകളാണ് ടെൻഡർ ഇല്ലാതെ സർക്കാർ വകുപ്പുകൾക്ക് മാത്രം ഊരാളുങ്കലിന് നൽകിയത്. നിയമസഭ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയെല്ലാം ചേർത്ത് 1000-ഓളം കരാറുകൾ ഇതിന് പുറമെ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇപ്പോൾ ഇത് 1000 കവിയും. 8 കോടി രൂപയ്ക്ക് പൂർത്തിയാകാനാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ നിർദ്ദേശിച്ച ഈ നിയമസഭാ പദ്ധതിയാണ് ഊരാളുങ്കലിന് 52.31 കോടി രൂപയ്ക്ക് നൽകിയത്. ഉയർന്ന നിരക്കിൽ കരാർ നൽകുകയും അത് മറ്റു പല ഏജൻസികൾക്കും വ്യക്തികൾക്കും ഉപകരാർ നൽകുകയുമാണ് ഊരാളുങ്കൽ ചെയ്തത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത്തരം ഉപകരാറുകളിലൂടെ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണ വെളുപ്പിക്കലും നടത്തിയിട്ടുണ്ട് എന്ന് ED പറഞ്ഞിരുന്നു. സഹകരണ സംഘം എന്ന പരിഗണനയിലാണ് ഊരാളുങ്കൽ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് കരാർ ഏറ്റെടുത്തത്. എന്നാൽ സ്വകാര്യ കമ്പനികൾ രൂപീകരിച്ചും മറ്റ് ഏജൻസികൾക്ക് ഉപകരാർ നൽകിയുമാണ് ചെയ്തത്. ഇതാണ് വിവാദത്തിലാകാൻ കാരണം. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള ഉന്നതന്റെ ഭാര്യയ്ക്ക് ഊരാളുങ്കൽ നിക്ഷേപമുണ്ട് എന്ന് ED കണ്ടെത്തിയിരുന്നു. UDF നാളെ അധികാരത്തിലെത്തിയാൽ പോലും ഇവർക്ക് നൽകിയ കരാറുകൾ പുനർപരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. എന്നാൽ ഒരിക്കൽ കരാർ നൽകിയാൽ അത് പിന്നീട് പുനർപരിശോധിക്കാൻ കഴിയില്ല. ഒന്നിലേറെ മേഖലകളിൽ പ്രവൃത്തി ഏറ്റെടുത്താൽ കാര്യക്ഷമ ശേഷിയുള്ള സ്ഥാപനങ്ങളെയാണ് സർക്കാർ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായി അംഗീകരിക്കുന്നത്. ഒരു പദ്ധതി നിർവഹണവും മൊത്തത്തിൽ ഈ സ്ഥാപനങ്ങൾക്ക് കരാർ നൽകണമെന്നാണ് ഇതിന്റെ നേട്ടം. ഇതാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ഓരോ വർഷവും ധനവകുപ്പാണ് ക്രെഡിറ്റഡ് ഏജൻസികളെ നിശ്ചയിക്കാറുള്ളത്. ഉമ്മൻചാണ്ടി ആയിരുന്നു ഇക്കാലത്ത് ധനമന്ത്രി. ടെൻഡർ ഇല്ലാതെ നേരിട്ട് ഇത്തരം ഏജൻസികൾക്ക് കരാർ നൽകുവാനും ടോട്ടൽ സൊല്യൂഷൻസ് പ്രൈവറ്റായ ഏജൻസികളെ അക്രഡിറ്റഡ് ഏജൻസികളായി അംഗീകരിക്കാറും ഉണ്ട് എന്നത് എല്ലാവർക്കും നന്നായി അറിയാം. എന്തായാലും നിരത്തിലെ നിയമലംഘനം പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി SRIT ഏറ്റെടുത്തെങ്കിലും പ്രധാന പദ്ധതി നടത്തിപ്പ് സ്ഥാപനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസാഡിയോ ആയിരുന്നു. കോടികളുടെ അഴിമതിയും ക്രമവിരുദ്ധ ഇടപെടലും വിവാദമായതിന് പിന്നാലെയാണ് പ്രസാഡിയോയ്ക്ക് കിട്ടിയ മറ്റ് പദ്ധതികളുടെ കരാർ വിശദാംശങ്ങൾ കൂടി പുറത്തുവരുന്നത്. കാസർഗോഡും കണ്ണൂരും വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഊരാളുങ്കലിൽ നിന്ന് ഉപകരാർ എടുത്ത പ്രസാഡിയോയാണ്. 4.16 കോടിയുടെ പദ്ധതിയിൽ ഉപകരണങ്ങളുടെ സപ്ലൈയും അനുബന്ധ ജോലികളായിരുന്നു പ്രസാഡിയോയുടെ ചുമതല. 2018 സ്ഥാപനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കരാർ പ്രസാഡിയോ ഏറ്റെടുത്തത്. ട്രാഫിക് ക്യാമറയ്ക്ക് കെൽട്രോൺ വഴിയാണ് സർക്കാർ സ്വകാര്യ കമ്പനിയിലേക്ക് എത്തിയത് എങ്കിൽ ഇവിടെ കിഡ്കോ വഴിയാണ് ഗതാഗത വകുപ്പ് ഊരാളുങ്കലിലേക്കും അതുവഴി പ്രസാഡിയോയിലേക്കും എത്തിയത്. K4 അടക്കം മറ്റ് വൻകിട പദ്ധതികളിലും സമാനമായ ഉപകരണങ്ങൾ പ്രസാഡിയോ നേടിയതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന വൻകിട പദ്ധതികളെല്ലാം ടെൻഡർ ഘട്ടം മുതൽ കരാർ ഉപകരാർ ജോലികളിൽ വരെ ഒരേ കമ്പനികളുടെ സ്ഥിരം സാന്നിധ്യവും ഇതിന് പിന്നാലെ സ്വജന പക്ഷപാതവുമാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. എന്തായാലും ഇതിന്റെ കാര്യത്തിൽ ഇത്തരമുള്ള ടെൻഡറിന്റെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മാത്രമല്ല പോലീസിന്റെ അതീവ രഹസ്യമായ ഡേറ്റാബേസും ഊരാളുങ്കലിന് സർക്കാർ തുറന്നു കൊടുത്തിരുന്നു. ഊരാളുങ്കൽ സഹകരണ സംഘമാണ് കരമന, കളയിക്കാവുള്ള റോഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ മരാമത്ത് ജോലികൾ നിർവഹിച്ചത്. ഖജനാവിൽ നിന്നും മരാമത്ത് ജോലികൾക്കായി നീക്കിവെക്കുന്ന തുകയിൽ 70% പോകുന്നത് ഊരാളുങ്കലിന്റെ പോക്കറ്റിലേക്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൂട്ടി നോക്കിയാൽ CPM പോക്കറ്റിലാകുന്ന
പണത്തിന്റെ കണക്ക് മനസ്സിലാക്കാം. ഏതായാലും ശിവശങ്കറും രവീന്ദ്രനും ചേർന്ന് കേരളത്തെ CPM പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കിയെന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സ്ഥാപനത്തെ സർക്കാർ സ്ഥാപനമെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ കാണുമ്പോൾ ഇത്രയേ പറയാനുള്ളൂ. കേരളമാണ് എന്തും നടക്കും. അതാണ് വയനാട്ടിലും കാണാൻ പോകുന്നത്.